രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഫ്ളാറ്റിലെ പരിശോധനയിൽ അതിജീവിത ഫ്ളാറ്റിലെത്തിയ ദിവസത്തെ സിസിടിവി ദൃശ്യങ്ങൾ SITക്ക് ലഭ്യമായില്ല. സിസിടിവി DVRന് ബാക്കപ്പ് കുറവായതിനാൽ ദൃശ്യങ്ങൾ ലഭിച്ചില്ല. സമീപത്തെ കൂടുതൽ സിസിടിവികൾ പരിശോധിക്കാനൊരുങ്ങി SIT. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ജംഷീർ, അതിജീവിത അവിടെ എത്തിയ ദിവസത്തെ ദൃശ്യങ്ങൾ മാത്രമാണോ കാണാതായത്, അല്ലെങ്കിൽ അതിനൊപ്പം ദൃശ്യങ്ങൾ കാണാതായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ദുരൂഹത സംശയിക്കുന്നുണ്ടോ അന്വേഷണ സംഘം? അനീഷ, ആ ദിവസത്തെയും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലുമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാതെയായിരിക്കുന്നത്. പ്രധാനമായും പറയുന്നത് ഇതിന്റെ ബാക്കപ്പ് കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ അന്വേഷണ സംഘം സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യം കാണുന്ന പോലെ ഇതാണ് രാഹുലിന്റെ ഫ്ളാറ്റ്. ഇവിടെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. 12 മണിയോടുകൂടിയ സംഘം ഇപ്പോഴും പരിശോധന തുടരുകയാണ്. പാലക്കാട് നിന്നുള്ള പോലീസ് സംഘവും ഉണ്ട്. 2 സംഘങ്ങളും, അന്വേഷണ തിരുവനന്തപുരത്തുള്ള പോലീസ് സംഘവും അതോടൊപ്പം തന്നെ പാലക്കാട് നിന്നുള്ള അന്വേഷണ സംഘവും ചേർന്നാണ് പരിശോധന നടത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ SITക്ക് ലഭ്യമായില്ല എന്നുള്ളതാണ്. അതിലെ CCTVയും DVRനും ബാക്കപ്പ് കുറവായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം ഇതിനകത്ത് എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല. ഏതായാലും സമീപത്തുള്ള കൂടുതൽ CCTV ദൃശ്യങ്ങൾ, അതായത് ഈ പരിസരത്തുള്ള മറ്റു കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാനുള്ള ഒരു ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. പാലക്കാട് ASP രാജേഷ് കുമാർ IPS ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ ഫ്ളാറ്റിൽ എത്തിയിട്ടുണ്ട്. ഈ മെയ് യുവതി മൊഴി നൽകിയത് പ്രകാരമാണെങ്കിൽ മെയ് അവസാന വാരമാണ് ഈ ഫ്ളാറ്റിലെത്തിച്ച് മൊഴി നൽകിയത് എന്നുള്ളതാണ്. ഫ്ളാറ്റ് നമ്പർ 10Dയിലാണ്. അവിടെ 2 ജീവനക്കാരുണ്ട്. അവരുടെ മൊഴിയും ഇപ്പോൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഏതായാലും ഈ അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന ഇപ്പോൾ ഏതാണ്ട് 3 മണിക്കൂർ പിന്നിടുകയാണ്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഇതിൽ വെല്ലുവിളിയായി നിൽക്കുന്നത് അന്നത്തെ ദിവസത്തെ ഈ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. പക്ഷേ തൊട്ടപ്പുറത്തുള്ള മറ്റു CCTV ദൃശ്യങ്ങൾ, ഈ പ്രദേശത്തുള്ള മറ്റു CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ രാഹുൽ എവിടെയാണെന്ന് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത തുടരുന്നില്ല. പക്ഷേ രാഹുൽ എത്രയും വേഗം പിടികൂടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഫ്ളാറ്റിലും അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്നത്. മാത്രമല്ല, നേരത്തെ നമ്മളൊക്കെ പറഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം, MLA വാഹനം ഒഴിവാക്കിയാണ് അദ്ദേഹം പോയതെന്ന് പറഞ്ഞിരുന്നു. MLA വാഹനം ഇപ്പോൾ ഇവിടെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. അത് MLA ദൃശ്യത്തിൽ കാണുന്നത് അദ്ദേഹം MLA വാഹനമായി ഉപയോഗിച്ചിരുന്ന വാഹനമാണ് എന്നുള്ളതാണ്. ഏതായാലും ഈ കുന്നത്തൂർമേടുള്ള ഈ ഫ്ളാറ്റിൽ ഇപ്പോൾ പോലീസ് വ്യാപകമായ പരിശോധന തുടരുകയാണ്. കൃത്യമായ ഒരു വിവരങ്ങൾ ലഭിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. മാത്രമല്ല, യുവതിയുടെ മൊഴിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയാണ് ഈ ഫ്ളാറ്റിലെത്തിച്ച് പീഡിപ്പിച്ചു എന്ന്, കഴിഞ്ഞ മെയ് മാസത്തിൽ പീഡിപ്പിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്ത് കൃത്യമായൊരു പരിശോധന അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ ലഭിക്കാത്തൊരു പശ്ചാത്തലത്തിൽ മറ്റു ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഏതായാലും കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CCTV ദൃശ്യങ്ങൾ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, അട്ടിമറിയുണ്ടോ എന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല. അനീഷ, ജംഷീർ പറഞ്ഞതുപോലെ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിനു മുമ്പ് ഈ രാഹുലിനെ കണ്ടെത്തുക എന്നതിനേക്കാളും അപ്പുറം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഹാജരാക്കേണ്ടതുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന വ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ഈ ഘട്ടത്തിൽ, അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ ഒരു വലിയ തിരിച്ചടിയായി തന്നെ വിലയിരുത്താൻ സാധിക്കും. ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടോ? ഒപ്പം ഈ രാഹുലിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇതിനിടെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ജംഷീർ. അനീഷ, തീർച്ചയായിട്ടും, അതായത് രാഹുൽ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഒരു പക്ഷേ പാലക്കാടിനോട് ചേർന്ന അതിർത്തി പ്രദേശങ്ങളിൽ എവിടെയോ ഉണ്ട് എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അതിന്റെ നടപടികൾക്ക് ശേഷം പുറത്തു വരാമെന്നുള്ളൊരു തീരുമാനമാണ് രാഹുൽ എടുത്തിട്ടുള്ളത്. അതേസമയം തന്നെ ഈ നേരത്തെ തന്നെ ഈ നിയമത്തിന്റെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഇത്തരത്തിൽ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു ശ്രമം
അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള അന്വേഷണവും പരിശോധനകളും നടക്കുന്നത്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങൾ വളരെ നിർണായകമായിരുന്നു. കാരണം ഈ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവന്ന് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ മൊഴിയുണ്ട്. അത് ഈ CCTV ദൃശ്യങ്ങൾ കിട്ടുകയായിരുന്നെങ്കിൽ അത് വളരെ നിർണായകമായ ഒരു തെളിവായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അതിന്റെ CCTV ദൃശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. പക്ഷേ അത് പരമാവധി കണ്ടെത്താൻ, അതായത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്ന മൊഴി അത് കൃത്യമാണെന്ന് വ്യക്തമാണെന്നും ബോധ്യപ്പെടുത്താൻ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു ശ്രമം പോലീസ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മറ്റു ഈ ഭാഗങ്ങളിലുള്ള, അതായത് ഈ ഭാഗത്തേക്ക് വരുന്ന മറ്റു ഇടങ്ങളിൽ CCTV അന്നേ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുന്നത് ആ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച് തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് സംബന്ധിച്ചോ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് പാലക്കാടും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വ്യാപകമായ പരിശോധന നടത്തുന്നുണ്ട്. പരമാവധി അറസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ജാമ്യം നേടാനുള്ള ശ്രമങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ഈ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘവും ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഫ്ളാറ്റിൽ ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ തെളിവുകൾ ശേഖരിക്കുന്നതും. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ 2 സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു, അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫ്ളാറ്റിലെ ജീവനക്കാർ, ഇവിടെ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി CCTV ആണ് പ്രധാനപ്പെട്ട തെളിവ്. നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. പക്ഷെ അത് ഇപ്പോൾ ലഭിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ മറ്റു രീതിയിൽ മറ്റു CCTVകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് SIT ടീമിന്റെ നിർദ്ദേശം. അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്.